കേരള പോലീസും പോലീസിംഗ് രീതിയുമാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. പോലീസിലെ പുഴുക്കുത്തുകൾ നടത്തുന്ന കാടൻ പോലീസിംഗ് രീതി കേരള പോലീസിന് ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സമീപകാലങ്ങളിൽ കേരള പോലീസ് വലിയ രീതിയിൽ തന്നെ വിമർശനം ഏറ്റുവാങ്ങുന്നുമുണ്ട്. ഒരു പരിധിവരെയൊക്കെ ആ വിമർശനവും കുറ്റപ്പെടുത്തലും ഏറ്റുവാങ്ങാൻ അർഹതയുള്ളവർ തന്നെയാണ് കേരള പോലീസ്. എന്നാലും അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട ഒരു വിഭാഗമാണോ കേരളത്തിലെ പോലീസ് സേന എന്ന സംശയം സ്വാഭാവികമായും ഉയരും. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ പോലീസ് സേനയുടെ കാര്യക്ഷമതയിൽ വന്ന മാറ്റം തന്നെയാണ് അത്തരമൊരു നിഗമനത്തിലേക്കും വിലയിരുത്തലിലേക്കും എത്തിക്കുന്നത്. അതായത് കേരള പോലീസ് എന്ന ഇന്ത്യയിലെ കുറ്റാന്വേഷണ വിഭാഗം അടച്ചാക്ഷേപം അർഹിക്കുന്നില്ല എന്നു തന്നെ. പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാറുള്ളതുപോലെ അടച്ചാക്ഷേപിക്കുന്നത് പോലീസ് സേനയുടെ മനോവീര്യം തകർക്കും. ഇനി പറയാൻ പോകുന്നത് നാട്ടിലെ ക്രമസമാധാനത്തിന് വേണ്ടി ജീവൻ തന്നെ ബലികഴിച്ച ചില പോലീസുകാരെ കുറിച്ചാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് CK ശ്യാംപ്രസാദ് എന്ന കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ. ശ്യാംപ്രസാദിന്റെ പേര് നിങ്ങളിൽ എത്ര പേർ കേട്ടിട്ടുണ്ട് എന്ന് പോലും അറിയില്ല. എന്നാൽ കുന്നംകുളം സ്റ്റേഷനിലെ SI നൂഹ്മാനെയും പീച്ചി സ്റ്റേഷനിലെ SI രതീഷിനെയും ഒക്കെ എല്ലാവരും ധാരാളം കേട്ടിട്ടുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴിയാണ് ശ്യാംപ്രസാദ് അതിക്രൂരനായ ഒരു ഗുണ്ടയുടെ ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടത്. അതും ക്രൂരമായ മർദ്ദനവും ചവിട്ടുമേറ്റ് വാരിയല്ലോടിന് ആന്തരികാവയവങ്ങളിൽ കയറി ദാരുണമായ മരണം. നിരാലംബരായ ഒരു കുടുംബത്തെ ലഹരിക്കടിമയായ കൊക്കാടൻ ജിബിൻ ജോർജ് എന്ന ഗുണ്ട കൊല്ലാൻ ശ്രമിക്കുന്നത് തടയുമ്പോഴായിരുന്നു ശ്യാംപ്രസാദ് കൊല്ലപ്പെട്ടത്. ഒറ്റയ്ക്ക് ബിബിൻ ജോർജിനെ പോലൊരു അക്രമിയെ കീഴ്പ്പെടുത്തുന്നത് അപകടമാണ് എന്ന് അറിയാമായിരുന്നിട്ടും തന്റെ മുന്നിലുള്ള പിഞ്ചു കുഞ്ഞടക്കമുള്ള കുടുംബത്തെ രക്ഷിക്കാൻ ശ്യാമിന് മറ്റ് മാർഗമില്ലായിരുന്നു. കാരണം അയാൾ ഒരു പോലീസുകാരനായിരുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണമെന്ന ബോധ്യമുണ്ടായിരുന്നു. മരണം കൺമുന്നിൽ നിൽക്കുമ്പോഴും തട്ടുകൊട നടത്തുന്ന ആ കുടുംബത്തോട് ശ്യാംപ്രസാദ് പറഞ്ഞത്, നിങ്ങൾ കടയടച്ചോളൂ, ഇനി പ്രശ്നമുണ്ടാകില്ല എന്നാണ്. ശ്യാംപ്രസാദ് ഒരിക്കലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. മദ്യപൻ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ KV അജേഷ്, ചീട്ടുകളി സംഘത്തെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരണപ്പെട്ട ഗ്രേഡ് SI ജോബി ജോർജ്, പോത്തൻകോട് സുധീഷ് വധക്കേസിലെ പ്രതി ഒട്ടകം രാജേഷിനെ പിടികൂടാൻ പോകുന്നതിനിടെ വർക്കലയിൽ വെച്ച് വെള്ളം മുങ്ങി ബാലു എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടതും 3 പോലീസുകാർ കഷ്ടിച്ച് രക്ഷപ്പെട്ടതും 2 വർഷം മുൻപാണ്. എറണാകുളം അമ്പലമേട് സ്റ്റേഷനിൽ മോഷണ കേസ് പ്രതി കൈവിലങ്ങ് ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അധിക ദിവസമായിട്ടില്ല. കുപ്രസിദ്ധ ക്രിമിനലായ മാരിയെ പിടികൂടുന്നതിനിടയിൽ ഒല്ലൂർ CI TP ഫർഷാദിനും CPO വിനീതിനും ഗുരുതരമായി കുത്തേറ്റത് 9 മാസം മുൻപാണ്. പേരുകൾ പറയാൻ തുടങ്ങിയാൽ ആന്റണി കൊലപ്പെടുത്തിയ പോലീസുകാരനടക്കം ഒരുപാട് പേരുണ്ടാകും. എന്നിട്ടും എത്രത്തോളം പോലീസിന്റെ ഈ ജീവത്യാഗവും അന്വേഷണ മികവും ചർച്ചയാകുന്നുണ്ട്. ഇപ്പോഴുള്ളതിന്റെ പകുതി പോലും ഇല്ല എന്ന് നിസ്സംശയം പറയാം. ഇനി മറ്റു ചില സംഭവ കഥകൾ ഓർമ്മിപ്പിക്കാം. ജീവൻ പണയം വെച്ചും അന്വേഷണത്തിലെ മികവ് കൊണ്ടും കേരള പോലീസ് തെളിയിച്ച ഏതാനും ചില കേസുകൾ. അധികകാലമൊന്നുമായിട്ടില്ല. വെറും 3 വർഷം മുൻപാണ് എറണാകുളം ജില്ലയിലെ കടവന്ത്ര സ്വദേശിനിയായ പത്മം എന്ന ലോട്ടറി വിൽപ്പനക്കാരിയെ കാണാനില്ല എന്ന് ബന്ധുക്കൾ പരാതി നൽകുന്നത്. മാൻ മിസ്സിംഗ് കേസായി അന്വേഷണം തുടങ്ങിയ പോലീസ് അധികം വൈകാതെ തന്നെ കണ്ടെത്തിയ സത്യം കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്നതായിരുന്നു. അതാണ് അതിപ്രമാദമായ ഇലന്തൂർ നരബലി കേസ്. നോട്ട്: ഇലന്തൂർ നരബലി കേസ്. നേരിയ തെളിവ് പോലും ശേഷിപ്പിക്കാതെ 2 സ്ത്രീകളെ കൊന്ന് ശരീരം പോലും ഇല്ലാതാക്കിയ കേസ് തെളിയിച്ചതിന് 1 അല്ല 1000 വട്ടം കയ്യടി അർഹിക്കുന്നുണ്ട് കേരള പോലീസ്. ഹൈദരാബാദ് പോലീസിന്റെ മൂക്കിൻതുമ്പിൽ വലിയൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചിരുന്ന മയക്കുമരുന്ന് ഫാക്ടറി അവിടെ ചെന്ന് കണ്ടെത്തി പിടികൂടിയതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും കേരള പോലീസിനാണ്. കേരളത്തിൽ നിന്നുള്ള സേന അവിടെ എത്തുമ്പോൾ മാത്രമാണ് ഹൈദരാബാദ് പോലീസ് വിവരമറിയുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് കേരള പോലീസ് സേനയുടെ മൂല്യം മനസ്സിലാകുക. 5 മാസം ഒറീസയിലെ മാവോയിസ്റ്റ് ഏരിയയിൽ വേഷം മാറി താമസിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോഡ് കണക്കിന് കഞ്ചാവ് എത്തിക്കുന്ന ഒറീസയിലെ വൻകിട ലഹരി മാഫിയ സംഘത്തിന്റെ തലവൻ ജാഫറിനെ തിരുവനന്തപുരത്തെ വെള്ളറട പോലീസ് പിടികൂടിയത് ജീവൻ പണയം വെച്ചായിരുന്നു. മൈനുകളും ബോംബുകളും കുഴിച്ചിട്ട ആ ഗ്രാമത്തിലേക്ക് പോലീസ് പോലും പോകുന്നത് വിരളമായിരുന്നു എന്ന് ഓർക്കണം. തൃശൂർ ഹെയ്സ്റ്റ് ഓർമ്മയുണ്ടോ? 1.5 മണിക്കൂറിൽ 2 ATMകൾ അതിവിദഗ്ധമായി തകർത്ത് പണം കവർന്ന സംഘത്തെ
തൃശൂർ പോലീസിന്റെ ബുദ്ധിവൈഭവത്താൽ പിടികൂടിയത് മണിക്കൂറുകൾ കൊണ്ടായിരുന്നു. പഴയ ATM യന്ത്രങ്ങൾ പണം കൊടുത്ത് വാങ്ങി അതിൽ പരിശീലനം സിദ്ധിച്ച പ്രൊഫഷണൽ സംഘം, കയ്യിൽ മെഷീൻ ഗണ്ണുമായി കവർച്ചയ്ക്കിറങ്ങുന്നവർ, മോഷണത്തിന് ശേഷം കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഓടിച്ചു കയറ്റി പോകുന്ന സംഘത്തിന്റെ രീതി കൃത്യമായി പഠിച്ചായിരുന്നു തൃശൂർ പോലീസിന്റെ ഓപ്പറേഷൻ. ചെറുവണ്ണൂർ ജ്വല്ലറി കവർച്ച കേസ് പ്രതികളെ നേപ്പാൾ അതിർത്തിയിൽ ചെന്ന് പിടികൂടുന്നത് ആയുധധാരികളായ കൊടും ക്രിമിനലുകളായ ഒരുപറ്റം ആളുകൾക്കിടയിൽ നിന്ന് ജീവൻ പണയം വെച്ച് പൊരുതിയാണ്. 3 പകലും രാത്രിയും ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉറങ്ങാതെ വയറിളക്കം പിടിച്ചതിനാൽ ഭക്ഷണം പോലും കഴിക്കാതെയാണ് നാട്ടിലെത്തിച്ചത്. കൊച്ചിയിൽ വീട്ടമ്മയിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ 4 കോടി രൂപ തട്ടിയെടുത്ത പ്രതികളെ പൊക്കിയത് രാജസ്ഥാനിലെത്തിയാണ്. കൊല്ലത്ത് നിന്ന് കാണാതായ മിഷികയിൽ, തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബാലിക, ഇവരെയൊക്കെ കണ്ടെത്തിയത് മണിക്കൂറുകൾ കൊണ്ടാണ് എന്ന് മറക്കരുത്. കണ്ണൂരിലെ വാടക വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവനും തട്ടിയെടുത്ത പ്രതിയുടെ അറസ്റ്റ്, മലപ്പുറം പൊന്നാനിയിലെ സ്വർണ്ണ കവർച്ച, ഇവയൊക്കെ തെളിയിച്ചത് ശൂന്യതയിൽ നിന്നായിരുന്നു എന്നറിയുമ്പോൾ കയ്യടിക്കേണ്ടേ നമ്മുടെ പോലീസിന്. ചില പുഴുക്കുത്തുകൾ പോലീസിൽ ഇല്ല എന്നല്ല, കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. പക്ഷേ അടച്ചാക്ഷേപിക്കുമ്പോൾ അതിൽ പെട്ടുപോകുന്നത് അർപ്പണബോധവും ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള നല്ലൊരു വിഭാഗം പോലീസുകാർ കൂടിയാണ്. പുഴുക്കുത്തുകളെ പടിക്ക് പുറത്താക്കി പോലീസ് സേനയെ നവീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ ഒരു സിസ്റ്റത്തെയാകെ കൊള്ളരുതാത്തവരാക്കി ചിത്രീകരിക്കുന്നത് ഭൂഷണമല്ല. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ കൂടി ആത്മവിശ്വാസം ഇല്ലാതാക്കും. സ്റ്റേഷനിലെത്തുന്ന സാധാരണക്കാരെ കയ്യൂക്കുകൊണ്ട് നേരിട്ട് തുടരും സിനിമയിലെ ജോർജ് സാറ് കളിക്കുന്ന ഇടിയൻ പോലീസുകാരോടാണ്, നിങ്ങൾ കാരണം മറ്റുള്ള സത്യസന്ധരായ പോലീസുകാർക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. ചുരുങ്ങിയ പക്ഷം നാടിന് വേണ്ടി, പോലീസ് സേനയ്ക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ സ്വന്തം സഹപ്രവർത്തകരുടെ ജീവനെക്കുറിച്ചെങ്കിലും നിങ്ങൾ ഓർക്കണം. പൊതുജനങ്ങളോടാണ്. പോലീസുകാർ മൊത്തം കുഴപ്പക്കാരല്ല, അക്രമികളുമല്ല. നിങ്ങളുടെ ജീവൻ കാക്കാൻ ബാധ്യതപ്പെട്ട നല്ലൊരു വിഭാഗം സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ഇന്നുമുണ്ട്. കുറ്റാന്വേഷണ മികവിൽ കേരള പോലീസിന് തത്തുല്യമായ സേന ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ പറയാം. കേരള പോലീസ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സംഘമാണ് എന്ന് പറഞ്ഞത് കേരള സർക്കാർ ഒന്നുമല്ല, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. സൈബർ രംഗത്തെ തട്ടിപ്പ് പിടികൂടുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച സേനയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയതും ആ പുരസ്കാരം കേരള സംസ്ഥാന പോലീസ് മേധാവിക്കും സൈബർ ഓപ്പറേഷൻ വിഭാഗം SP ഹരിശങ്കറിനും സമ്മാനിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സാക്ഷാൽ അമിത്ഷാ ആണെന്നതും മറന്നുപോകരുത്. കഴിവും കാര്യപ്രാപ്തിയും കുശാഗ്ര ബുദ്ധിയും അന്വേഷണ മികവും എല്ലാം ഒത്തിണങ്ങിയ ഒരുപറ്റം പോലീസുകാർ ഇന്നും കേരള പോലീസ് സേനയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രമാദമായ പല കേസുകൾക്കും ഇക്കാലയളവിൽ തുമ്പുണ്ടായതും നമ്മളൊക്കെ അമ്പരപ്പോടും ഞെട്ടലോടും കൂടി മാത്രം കണ്ട പല കേസുകളിലുമുണ്ടായ ട്വിസ്റ്റുകളും. 24 മണിക്കൂർ പോലും തികയുന്നതിന് മുൻപ് തെളിയിച്ച പല കേസുകളും ഇന്ന് കേരള പോലീസ് സേനയുടെ റെക്കോർഡ് ബുക്കിലുണ്ട്. അത് മറന്നുകൊണ്ടാകരുത് ഒരു ആക്ഷേപവും കുറ്റപ്പെടുത്തലും വിമർശനവും.